നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 21ഉം 22ഉം ആണ്. നിങ്ങൾക്കറിയാം, ഇത് സിവിക്സിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത്. ഈസി ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം NEGP അഥവാ നാഷണൽ ഗവേണൻസ് പ്ലാനിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട്. അപ്പൊ NEGP ചിലർക്കെങ്കിലും ചെറിയ സംശയം ഉണ്ടായിരിക്കും ആദ്യമായിട്ട് എഴുതുന്നവർക്ക്. അപ്പൊ നിങ്ങൾ ചിലരങ്ങ് വിട്ട് കാണും. എന്നാൽ ചിലർക്കൊക്കെ അറിയാം NEGP എന്താണെന്ന്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും കേട്ടാൽ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ എക്സാം റൂമിൽ ഇരിക്കുന്ന സമയത്ത് NEGP ഒക്കെ ചിലപ്പോൾ ആൾക്കാരൊക്കെ തെറ്റിച്ച് കാണും. നമുക്ക് വേഗത്തിൽ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് ചോദ്യം. സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത് നോക്കാം. ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കുക, നിയുക്ത നിയമ നിർമ്മാണം, അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കുക. ഇതിനകത്ത് ഏതൊക്കെയാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത്? ഏതായിരിക്കും? ഗവൺമെന്റിന്റെ എതിർപ്പ് സമാഹരിക്കുക. ഈസി ചോദ്യമായിരുന്നു. നമുക്കറിയാം, ഇത് പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അകത്തു നിന്നാണ് ഈ ചോദ്യം വരുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ ഇപ്രാവശ്യം പെൻ എടുക്കുന്നില്ല, ഞാൻ കാര്യം അങ്ങ് കൃത്യമായിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ആണ്, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. എന്താണ് പൊതുഭരണം? നമ്മുടെ SCERT-ക്കകത്ത് പറയുന്നുണ്ട്, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. അല്ലെ? അതിനെ അറിയപ്പെടുന്ന പേരാണ് പൊതുഭരണം അഥവാ പബ്ലിക് ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ പൊതുഭരണത്തിന്റെ പ്രാധാന്യം ചോദിക്കാം. എന്തൊക്കെയാണ്? ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഇതൊക്കെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ജോലി. ആണല്ലോ, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ജോലി. ഇതൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസിന്റെ ജോലി. അപ്പൊ ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കണം, നിയുക്ത നിയമനിർമ്മാണം നടത്തണം, സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കണം, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം, ജനക്ഷേമം ഉറപ്പുവരുത്തണം. ഇതൊക്കെ ആരുടെ ജോലികളാണ്? സിവിൽ സർവീസിന്റെ ജോലികൾ ആണ്. അതുപോലെ ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ബ്യൂറോക്രസി. ഇപ്പം നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്, ഞാൻ ആദ്യം എന്തോ പബ്ലിക് ബ്യൂറോക്രസി പറഞ്ഞു, തെറ്റാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്? എന്തായിരിക്കും ബ്യൂറോക്രസി? ഗവൺമെന്റിന്റെ ഭരണ നിർവഹണത്തിൽ സഹായിക്കാനും അത് നടപ്പാക്കാനും ഒക്കെ ഉള്ള ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വിളിക്കുന്നത്. ആണല്ലോ. അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ നമുക്കറിയാം പൊതുസ്ഥാപനങ്ങളാണ്. അല്ലെ? പൊതുസ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ ഭാഗങ്ങളാണ്. ഈ പൊതുഭരണത്തിന്റെ പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കാം, ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അതും പ്രീവിയസ് ഇപ്പൊ ഒരു 10th ലെവൽ മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. എന്തൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബ്യൂറോക്രസി? ഒന്ന്, ശ്രേണീപരമായ സംഘാടനം, അല്ലെങ്കിൽ ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ ആണ്. ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നും താഴോട്ടായിരിക്കും ഉദ്യോഗസ്ഥര്. ഇപ്പൊ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? താഴെ നിന്നും മുകളോട്ടെന്നാണ്. അല്ല, മുകളിൽ നിന്നും താഴോട്ട്. ഏറ്റവും പവർ കൂടിയ ആള് മുകളിൽ, അതിന്റെ തൊട്ട് താഴെയുള്ള ആള്, അങ്ങനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദെൻ പെർമനന്റ് ആണ്. ഉദ്യോഗസ്ഥ വൃന്ദം എപ്പോഴും പെർമനന്റ് ആയിരിക്കും. നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. കേറിയാൽ കേറിയതാണ്. അതുപോലെ തന്നെ ഇവർക്ക് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ? പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം, വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഈ ജോലിക്ക് പ്രാപ്തരായിരിക്കണം, അല്ലെങ്കിൽ യോഗ്യത ഉണ്ടായിരിക്കണം, രാഷ്ട്രീയ നിഷ്പക്ഷത ഉണ്ടായിരിക്കണം. രാഷ്ട്രീയക്കാര് പറയുന്നതിനനുസരിച്ച് മാറിയും തിരിഞ്ഞും നിൽക്കരുത്. അപ്പൊ എന്തൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ? ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം, മുകളിൽ നിന്നും താഴോട്ടായിരിക്കണം, അതുപോലെ തന്നെ പെർമനന്റ് ആണ് ഇവരുടെ ജോലി, വൈദഗ്ധ്യം പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം. അതായത് ഏത് ജോലിയാണോ ഇവർ ചെയ്യുന്നത്, ക്ലർക്ക് ആണെങ്കിൽ ക്ലർക്കിന്റെ ജോലിയിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. ദെൻ എന്താണ്? യോഗ്യത അടിസ്ഥാനമാക്കിയായിരിക്കണം നിയമനം. എങ്ങനെയായിരിക്കണം? അപ്പോയിന്റ്മെന്റ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. ഓരോത്തിനും ഓരോ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് ബേസ് ചെയ്തിട്ട് മാത്രമേ അപ്പോയിന്റ്മെന്റ് കൊടുക്കാവുള്ളൂ. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അഥവാ രാഷ്ട്രീയക്കാർ വന്ന് പറഞ്ഞാൽ മാറുന്നതായിരിക്കരുത് ഇവരുടെ ഒരു കാര്യങ്ങളും. പിന്നെ നമ്മളോട് ചോദിക്കും, ഇപ്പൊ ചോദിച്ചോട്ട് സിവിൽ സർവീസിനെ പറ്റിയിട്ട് ചോദിക്കും. നമുക്കറിയാം, ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട്. അപ്പൊ IAS എന്നുള്ളത് മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, മൊത്തത്തിലാണ്. ഈ ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൻസർ തന്നെ ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഇന്ത്യൻ സിവിൽ
സിവിൽ സർവീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് എന്നും, ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്നും, സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ് എന്നും, സ്റ്റേറ്റ് സർവീസ് അഥവാ സംസ്ഥാന സർവീസ് എന്നും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുകയും കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുകയും ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? അഖിലേന്ത്യാ സർവീസ് എന്ന് വിളിക്കും, അല്ലെ? അതായത് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, IASഉം IPSഉം ഒക്കെ. ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുകയും കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യുന്നതാണ് കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നവര്. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒക്കെ. ഇനി സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുകയും സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? സംസ്ഥാന സർവീസ്. എക്സാമ്പിൾ എന്താ? സെയിൽസ് ടാക്സ് ഓഫീസർ. ഇത് നമ്മുടെ SCRTയിൽ കൃത്യമായിട്ട് പറയുന്നതാണ്, ഇത് തെറ്റിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22ാമത്. വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇ ഗവേണൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഇ ഗവേണൻസിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിട്ട് ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ഇ ഗവേണൻസ് എന്തിനു വേണ്ടിയിട്ട് വന്നതാണ്? അത് ആദ്യം ഒന്ന് അറിയണം. എന്താണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്? ആരൊക്കെ ചേർന്നിട്ടാണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ജസ്റ്റ് ഞാൻ പെണ്ണെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ദേശീയ ഇ ഗവേണൻസ് പ്ലാൻ 2006 എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. 2006 ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസ്, എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസും ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം, ഇത്രയും ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് ദേശീയ ഇ ഗവേണൻസ് പ്ലാന് 2006 രൂപീകരിച്ചിരിക്കുന്നത്. ആരൊക്കെ ചേർന്നിട്ടാണ്? ഒന്നുകൂടെ പറയട്ടെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസ്, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം. ഈ 3 ആൾക്കാരോട് ചേർന്നിട്ടാണ് 2006 ഈ ഒരു ഇ ഗവേണൻസ് എന്ന് പറയുന്ന ദേശീയ ഇ ഗവേണൻസ് പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഇലക്ട്രോണിക് ഗവേണൻസ്, അല്ലെ? ഇലക്ട്രോണിക് ഗവേണൻസ് ആണ്. ഇപ്പൊ ലോകമെമ്പാടും ഇതുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണ നവീകരണം ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ഒരു പരിഷ്കാരം കൊണ്ടുവന്നത്, ആണല്ലോ. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരിക, ഇൻഫർമേഷൻ ടെക്നോളജിയെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരിക, അക്ഷയ കേന്ദ്രങ്ങളൊക്കെ കൊണ്ടുവരിക. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പൊതുസേവനങ്ങളൊക്കെ നമുക്ക് അവിടെ ഓഫീസുകളിലൊന്നും പോവാതെ തന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ എത്തിക്കും, അല്ലെ? അതുപോലെ തന്നെ കാര്യക്ഷമതയും സുതാര്യതയും ഒക്കെ ഉറപ്പാക്കാനായിട്ട് അതുവഴി സാധിക്കും. അപ്പൊ അക്ഷയ കേന്ദ്രം എന്ന് ഓർത്താൽ മതി NEGPയെ പറ്റി ആലോചിക്കുമ്പോൾ. ഇനി പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കാം. പൗരന്മാർക്കുള്ള സേവന വിതരണം മെച്ചപ്പെടുത്തുക, വിവരങ്ങൾ നൽകുന്നതിൽ എളുപ്പം, സംസ്ഥാനങ്ങൾക്കിടയിലോ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ പ്രവർത്തിക്കുന്നതിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. എന്താണ്? സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലോ ഒക്കെയുള്ള ആ ഒരു സംഭാഷണങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ബിസിനസ്സുകളുമായും വിവിധ വ്യവസായങ്ങളുമായിട്ടുള്ള ആശയവിനിമയം ഒക്കെ മെച്ചപ്പെടുത്തുക, സർക്കാർ കാര്യങ്ങളിലൊക്കെ സുതാര്യത, ഉത്തരവാദിത്വം ഒക്കെ കൊണ്ടുവരിക. അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമിൽ പോയി നമ്മൾ നാട് കേട് എത്ര വട്ടം കയറി ഇറങ്ങിയാലാണ് ഒരു കാര്യം നടക്കുന്നത്. ഇപ്പൊ അക്ഷയൊക്കെ വന്നതും ഈ ജനസേവ കേന്ദ്രം ഒക്കെ വന്നപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മാറി, ആണല്ലോ. ഇനി എന്തൊക്കെയാണ് ഈ ഗവേണൻസിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. മൈ ഗവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇങ്ങനെ ചോദിക്കും. മൈ ഗവൺമെന്റ്, ഇങ്ങനെ ഈ ഒരു പദ്ധതി ഉണ്ട്. അതായത് സർക്കാരും പൗരന്മാരും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിട്ടാണ് ഇത് കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയായിരിക്കും യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് എന്ന് പറയുന്ന ഉമാങ് എന്ന് പറയുന്ന അതിന്റെ ഫുൾ നെയിം ചോദിക്കാറുണ്ട്. എന്താ അത്? നാഷണൽ ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ടുള്ള മൊബൈൽ ഗവേണൻസിനായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. എന്ത്? യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. അപ്പം ഈ ഒരു മൈ ഗവൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം വഴിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ ഡിജി ലോക്കർ എന്ന് പറയും. എന്താ ഡിജി ലോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരന്മാർക്ക്, എന്താണ് ഓർത്തു വെച്ചേക്കുക, പൗരന്മാർക്ക് സേവനദാതാക്കളുമായി രേഖകള് സുരക്ഷിതമായി കൈമാറാനും സംഭരിക്കാനും വെച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഡിജി ലോക്കർ. ഓക്കെ, ഡിജി ലോക്കർ. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫ്രെയിംവർക്ക്, ORF എന്ന് പറയും. എന്താണ്? ഈ ഹോസ്പിറ്റൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫ്രെയിംവർക്ക് എന്തിനായിരിക്കും? സർക്കാർ ആശുപത്രികളിൽ ഓൺലൈനിൽ OPD അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംരംഭമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെന്റ്, ഭീം, UPI, അതുപോലെ ഭാരത് QR കോഡ്, നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ തുടങ്ങിയ ഡിജിറ്റൽ പേയ്മെന്റ് ടൂളുകളൊക്കെ ഈ ഗവേണൻസിലൂടെ നടപ്പാക്കുന്നുണ്ട്. പിന്നെ ദർപ്പൺ. എന്താ ദർപ്പൺ? ദർപ്പൺ എന്ന് പറയുമ്പോൾ DARPAN,
ദർപ്പൺ. ഇതാണ് ദർപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായിരിക്കും അത്? സംസ്ഥാന അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന നിർണായകവും ഉയർന്ന പ്രൊഫൈൽ പ്രോജക്റ്റുകളും നിരീക്ഷിക്കുന്നതിനുള്ള ഓൺലൈൻ ടൂൾ ആണ് ദർപ്പൺ. ഇതാ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് പ്രൊഫൈൽ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഉയർന്ന രീതിയിലുള്ള നിർണായകം, അതിനെയൊക്കെ നിരീക്ഷിക്കുന്ന ഓൺലൈൻ ടൂളാണ്. പ്രഗതി ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട്. പ്രഗതി എന്താണ്? പ്രഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോ ആക്റ്റീവ് ഗവേണൻസും സമയോചിത നടപ്പാക്കലും എന്നാണ് ഇതിന്റെ മലയാളം. അതായത് ഈ അക്കൗണ്ടബിലിറ്റി സ്ഥാപിക്കുന്നതിനും ഈ സുതാര്യത നടപ്പിലാക്കാനുമായിട്ടുള്ളതാണ് പ്രഗതി എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടല് എന്താണ്? വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അപേക്ഷിക്കാനൊക്കെ ഉള്ള ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ്. അതുപോലെ നാഷണൽ സെന്റർ ഫോർ ജിയോ ഇൻഫർമാറ്റിക്സ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അങ്ങനെ പല രീതിയിലുണ്ട്. ഞാനിപ്പോ ഓടിച്ചിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളോട് ചോദിക്കാം, ഈ ക്രാന്തി, അത് പ്രീവിയസ് ചോദ്യമാണ്. ഈ ക്രാന്തി എന്താണ്? ഈ ക്രാന്തി എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടാണ്. എന്നാൽ സർക്കാരിന്റെ കീഴിലുള്ള ചില വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന മിഷൻ മോഡ് പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ വഴിയുള്ള ഇലക്ട്രോണിക് സേവന വിതരണം എന്നാണ് ഈ ക്രാന്തി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ക്രാന്തി അതുകൂടെ നോക്കി വെച്ചേക്കണേ. ഈ ക്രാന്തി എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. അതായത് എന്താണ് ഇതിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങൾ എന്നുള്ളത്. അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രധാനമായും സൗജന്യ വൈഫൈ നൽകുന്ന ബ്രോഡ്ബാൻഡുമായി സ്കൂളുകളെ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പൊ ദേശീയ തലത്തിൽ ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ചിട്ട് ഈ ക്രാന്തി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഹി ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ടെക്നോളജി ഫോർ ഹെൽത്ത്, മെഡിസിൻ, ഓൺലൈൻ മെഡിക്കൽ റെക്കോർഡുകൾ, ഓൺലൈൻ കൺസൾട്ടൻസി മുതലായവയുടെ ഓൺലൈൻ വിതരണത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർന്നതാണ് ഈ ക്രാന്തി എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റ്, ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ സ്ഥാപിതമായ വർഷം 1976 ആണ്. അതുപോലെ നിങ്ങളോട് ചോദിക്കാം നമ്മുടെ ഇ ഗവേണൻസിന്റെ എന്താണ് 3 വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററുകൾ, 14 ജില്ലാ ഭരണകേന്ദ്രങ്ങൾ, 152 ബ്ലോക്ക് ഭരണകേന്ദ്രങ്ങൾ, 63 മിനി പോയിന്റ് ഓഫ് പ്രസൻസ് തുടങ്ങിയവയെ പരസ്പരം കൂട്ടിയിടക്കുന്ന നെറ്റ്വർക്കിന്റെ നെടുന്തൂൺ അറിയപ്പെടുന്നത് എന്താണ്? കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, KSWAN എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യത. ഈ ഒരു നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്ന വർഷം കൃത്യമായിട്ട് പഠിക്കാൻ 2006 മെയ് മാസം 18-ാം തീയതിയാണ്. അപ്പൊ ഇതിനകത്ത് ഇനിയും എക്സ്ട്രാ ചോദിക്കാൻ സാധ്യതയില്ല. ഞാൻ പണ്ടൊരു ഇ ഗവേണൻസിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേര് തത്വ അല്ലെങ്കിൽ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. അതിനകത്ത് ഫുൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു റിലേറ്റഡ് ഫാക്ട്സ് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ പെന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.